ഒന്ന്, തത്വജ്ഞാനികളുടെ മധ്യസ്ഥൻ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ ജസ്റ്റിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ക്രിസ്തുവർഷം 103 ആണ്ടിൽ ഒരു വിജാതീയ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ പഠനകാര്യങ്ങളിൽ കാണിച്ച താൽപര്യവും യുക്തിചിന്തയിൽ പുലർത്തിപ്പോന്നിരുന്ന മികവും മറ്റുള്ളവരെ വിസ്മയഭരിതരാക്കാൻ പോരുന്നതായിരുന്നു. ആ കുട്ടി പഠിച്ച് വളർന്ന് വന്നിരുന്ന ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ കത്തോലിക്ക സഭയെ നിരോധിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ഭരണകർത്താക്കൾ കരുതിയിരുന്നത്. സഭാമക്കളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന ഒരു അനുഭവമായിരുന്നു നഗരത്തിലെവിടെയും. അങ്ങനെയുള്ള ആ മർദ്ദനമുറകൾക്ക് വിധേയമായി ധീരോദാത്തതയോടുകൂടെ സമർപ്പണ ബുദ്ധിയോടുകൂടെ സഹനത്തെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതം, അവരെ വീരോചിതമായിട്ടുള്ള മരണം ജസ്റ്റിനെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇവർ മരിക്കാൻ പോലും തയ്യാറാകുന്നത് എന്ന ചിന്ത ജസ്റ്റിനെ കൊണ്ടുചെന്നെത്തിച്ചത് യേശുവാകുന്ന വ്യക്തിയോടുള്ള വിശ്വസ്തതയും കൂറും ആ വ്യക്തിക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക എന്നതുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് ജസ്റ്റിൻ മനസ്സിലാക്കി. ഇത് ജസ്റ്റിനിൽ വലിയ മതിപ്പും ജസ്റ്റിന്റെ മനസ്സിനെ പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ പോരുന്നതായിരുന്നു. അങ്ങനെ ജസ്റ്റിൻ കൂടുതൽ പഠിച്ചു. ക്രിസ്തുമതത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഇടവന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 30-ാം വയസ്സിൽ 133-ാം ആണ്ടിലാണ് ജസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു കത്തോലിക്ക അനുയായിയായി തീർന്നതിന് ശേഷം കൂടുതൽ ആഴത്തിൽ ക്രിസ്തുമതത്തെപ്പറ്റിയും ക്രിസ്തു പ്രബോധനങ്ങളെപ്പറ്റിയും പഠിക്കണമെന്നുള്ള ഒരു ത്വര മനസ്സിൽ പൊങ്ങി വന്നു. അതിനായി അദ്ദേഹം റോമാ നഗരത്തിലേക്ക് പോവുകയും അവിടെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ശിക്ഷണത്തിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും സന്മാർഗീയ ശാസ്ത്രവും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ പൊതുവായിട്ടും അദ്ദേഹം പഠിച്ചെടുക്കാൻ ഇടവരികയാണ്. ആ അവസരത്തിൽ അന്ന് ലഭ്യമായിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു പതിപ്പ് വളരെ അവധാനതയോടുകൂടെ മനനം ചെയ്യുന്നതിനു വേണ്ടി, ധ്യാനിക്കുന്നതിനു വേണ്ടി ഉള്ളൊരു അവസരം ജസ്റ്റിന് കിട്ടി. ജസ്റ്റിൻ അതിൽ നിന്ന് ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ അറിവ് ദൈവനിവേശിതമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഇടവന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വിജ്ഞാനങ്ങളൊക്കെ യുക്തിഭദ്രമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം ചമയ്ക്കുകയുണ്ടായി. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അന്ന് സഭയെ പീഡിപ്പിച്ചിരുന്ന ഭരണകർത്താക്കൾക്ക് ഈ ഗ്രന്ഥത്തിന്റെ ഓരോ കോപ്പി കൊടുത്തുകൊണ്ട് അവരെ മനസ്സ് തിരിക്കുക, അവരുടെ നീചമായിട്ടുള്ള കൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുക, ഉപകരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഗ്രന്ഥരചനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അദ്ദേഹം ആ രചിച്ച ഗ്രന്ഥം റോമൻ ഭരണകർത്താക്കൾക്ക്, സെനറ്റ് അംഗങ്ങൾക്കുമായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഗ്രന്ഥം ഒന്നും അവരുടെ മനസ്സിന് പരിവർത്തനം വരുത്താൻ ഉതകിയില്ല. മതമർദ്ദനം പണ്ടത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദിവസം ജസ്റ്റിനെയും കൂട്ടുകാരെയും ഭരണകർത്താക്കൾ പിടികൂടുകയും യേശുവിനെ തള്ളിപ്പറയുവാനും തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ വധശിക്ഷയ്ക്ക് തയ്യാറാകാനും ആവശ്യപ്പെടുകയാണ്. ജസ്റ്റിനും കൂട്ടുകാരും ഒരു തരത്തിലും അതിന് വഴങ്ങാതെ വന്നപ്പോൾ ശിരച്ഛേദനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 64-ാമത്തെ വയസ്സിൽ 167-ാം ആണ്ടിൽ ജസ്റ്റിൻ ശിരച്ഛേദനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ധീരമായിട്ടുള്ള നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ നിലപാടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ ഇടവരുകയും ചെയ്തിട്ടുള്ള അനേകായിരങ്ങളുടെ രക്തത്തിൽ കുതിർന്നാണ് സഭ വളർന്നത്. ആ സഭയുടെ മക്കളായ നമ്മളും എതിർപ്പുകളെയോ പ്രതിസന്ധികളെയോ സഹനങ്ങളെയോ കണ്ട് നാം പിന്മാറേണ്ടതല്ല. സഹനത്തെ ആർജവത്തോടുകൂടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാനും
ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനും വേണ്ട കരുത്തിന്, ശക്തിക്ക്, ആത്മബലത്തിന് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജ്യേഷ്ഠനോട് തന്നെ നമുക്ക് അപേക്ഷിക്കാം.